ഹാഫിള് ഫെബിൻ റോബിൻസൺ ഒരു ക്രിസ്ത്യൻ സമൂഹത്തിൽ ജീവിച്ച ആളാണ്. ഏതാണ്ട് 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഫെബിൻ്റെ ഉമ്മ ക്രിസ്ത്യനാണ്, ഫെബിൻ്റെ ഉപ്പ മുസ്ലിമാണ്. അവർ രണ്ടുപേരും തമ്മിൽ വിവാഹം നടന്നു, മക്കളായി. പക്ഷേ ഫെബിൻ്റെ ഉമ്മ തൻ്റെ മക്കളെ ക്രിസ്ത്യാനിയായി തന്നെ വളർത്തി. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പള്ളിയിൽ കുർബാനയും അതോടൊപ്പം എല്ലാ കാര്യങ്ങളും അവർ കൃത്യമായൊരു വിശ്വാസിയായി തന്നെ ജീവിച്ചു. ഒരിക്കൽ വളരെ അവിചാരിതമായൊരു ക്രിസ്മസ് ദിവസത്തിൽ കന്യാമറിയത്തെക്കുറിച്ചുള്ള പ്രസംഗം കേൾക്കാൻ വേണ്ടി യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ അവിചാരിതമായി ഈ പാവപ്പെട്ടവനൊരു പ്രസംഗം യൂട്യൂബിൽ കയറി വന്നു. ഹിദായത്ത് അങ്ങനെയാണ്, വഴി പെട്ടെന്ന് അള്ളാഹു തുറക്കും. സൂറത്ത് മറിയമിൽ വദുക്കുറുബിൽ കിതാബി മറിയം എന്ന ആയത്തിൽ ഞാൻ നടത്തിയൊരു 24 മിനിറ്റ് വരുന്ന പ്രസംഗമുണ്ട്. ആ കേട്ടപ്പോഴാണ് ഫെബിൻ്റെ ഉമ്മ പിറ്റേ ദിവസം പള്ളിയിൽ പോയപ്പോൾ അച്ഛനോട് പറഞ്ഞത്, അച്ഛോ, ഞാൻ ഇന്നലെ ഒരു ഉസ്താദിൻ്റെ പ്രസംഗം കേട്ടു, കന്യാമറിയത്തെക്കുറിച്ചുള്ള ഖുർആൻ്റെ വിവരണം എൻ്റെ മനസ്സിനെ വല്ലാതെ പിടിച്ചുലച്ചു, ചിലപ്പോൾ അടുത്ത കുർബാനയ്ക്ക് ഞാൻ ഉണ്ടാവില്ല എന്ന് പറയുകയും പിറ്റേ ദിവസം അവരും അവരുടെ മക്കളും മുസ്ലിം ആവുകയും ചെയ്തു. മുസ്ലിം ആയതിനു ശേഷം നമ്മളൊക്കെ നാണിപ്പിച്ചവർ. ആ സ്ത്രീ അതേവരെ ബൈബിൾ പഠിച്ചിരുന്ന തൻ്റെ മക്കളെ അടുത്തുള്ള പള്ളിയിലെ ഒരു ഉസ്താദിനെ വീട്ടിൽ വിളിച്ചു വരുത്തി അവരെ പിന്നെ അറബി അക്ഷരം പഠിപ്പിച്ചു, ഖുർആൻ ഓതാൻ പഠിപ്പിച്ചു. 1 വർഷം കൊണ്ട് ആ കുട്ടികളത് പഠിപ്പിച്ചിട്ട് ഹംദാനിൽ ഇൻ്റർവ്യൂ നടക്കുമ്പോൾ ആ കുട്ടിയെ കൊണ്ടുവന്ന് ഇവിടുത്തെ എൻട്രൻസ് എക്സാമിന് ഇരുത്തി. അന്നത്തെ പരീക്ഷയിൽ ഏറ്റവും ടോപ്പ് മാർക്കിൽ എൻട്രൻസ് എക്സാം പാസ്സായ ആളാണ് ഫെബിൻ റോബിൻസൺ. പക്ഷേ ഇതൊന്നും ഞങ്ങൾക്കറിയില്ല. ഫെബിൻ റോബിൻസൺ ഇവിടെ വന്നു, പേര് കണ്ടപ്പോൾ അത്ഭുതം ഉണ്ടായി. എന്നിട്ട് ഞാനതിൻ്റെ പുറകെ പോയില്ല, കാരണം പുതിയ ആളുകളൊക്കെ അങ്ങനെ പേര് വെക്കാറുണ്ട്. 1 വർഷത്തിന് ശേഷം ഞാനിങ്ങനെ അസർ കഴിഞ്ഞ് ആ വഴിയിൽ ഇറങ്ങുമ്പോൾ ഫെബിൻ റോബിൻസൻ്റെ ഉമ്മ എൻ്റെ അടുക്കൽ ഓടി വന്നിട്ട്, ഉസ്താദെ എന്നെ അറിയോ? ഞാൻ പറഞ്ഞു, എനിക്ക് അറിയില്ല, ഞാൻ ഇവിടെ വരുന്ന രക്ഷകർത്താക്കളുമായിട്ട് അങ്ങനെ മിങ്കിളാവാറില്ല. അപ്പോൾ ഉസ്താദ് റിയാദിലൊരിക്കൽ പ്രസംഗത്തിൽ വന്നപ്പോൾ എൻ്റെ ഭർത്താവിനെ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഉണ്ടാവാൻ മറന്നുപോയി, എന്താ വിശേഷം? അപ്പോൾ അവരാണ് എന്നോട് പറഞ്ഞത്, ഉസ്താദെ ഈ സംഭവം എന്നോട് പറയുന്ന അവരാണ്. അൽഹംദുലില്ലാ 1.5 വർഷം കൊണ്ട് ഫെബിൻ റോബിൻസൺ ഹാഫിളായി. ഇന്ന് മുസ്ലിമായി. 1 വർഷത്തിൻ്റെ ഇടയിൽ ഖുർആൻ നോക്കിയതാൻ പഠിപ്പിച്ച ഉമ്മ, വാപ്പാതിന് പൂർണ്ണ സപ്പോർട്ട് നൽകി. അവർ രണ്ടുപേരും കൂടി പിന്നീട് ഖുർആൻ നോക്കിയതാൻ പഠിച്ചു. 2 വർഷം കൊണ്ട് എല്ലാം പഠിച്ചിട്ട് ഇവിടെ വന്നു 1.5 വർഷം കൊണ്ട് ഹാഫിളുമായി. നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് പഠിപ്പിച്ചിട്ടുണ്ടാവുക. അപ്പോൾ നമ്മെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ അഭിമാനമാണ്. ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം, ഇത് റമദാനിൽ ലോക്ക്ഡൗണിലാണ് ഫെബിൻ റോബിൻസൺ ഹാഫിളാവുന്നത്. ഞാനന്ന് എൻ്റെ തൈസീർ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ എല്ലാവരും ആവശ്യപ്പെട്ട ഒന്നാണ്, ഫെബിൻ റോബിൻസനെ, ഹാഫിള് ഫെബിൻ റോബിൻസനെ ഒന്ന് കാണണം, ഒന്ന് കാണിച്ചു തരുമെന്ന്. കാണിച്ചു തരികയാണ്. ഇൻഷാ അല്ലാഹ് 16ാമത്തെ ഹാഫിള് ഫെബിൻ റോബിൻസനാണ്. മാതാപിതാക്കൾക്ക് അള്ളാഹു ഏറ്റവും നല്ല മക്കളാക്കി കൊടുക്കട്ടെ, അവരെ കുടുംബത്തിൽ അള്ളാഹു സന്തോഷം നൽകട്ടെ, ജീവിതത്തിൽ അള്ളാഹു ഏറ്റവും വലിയ സ്വത്തായി അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. 3.5 വർഷം മുമ്പ് ഹംദാൻ ഫൗണ്ടേഷന് തറക്കല്ലിടുമ്പോൾ ഇത്രയും വലിയ ഒരു ദൗത്യത്തിന് അള്ളാഹു ഞങ്ങളെ കാരണക്കാരാക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയിരുന്നില്ല. അഭിമാനത്തോടെ സന്തോഷത്തോടെ ഇൻഷാ അല്ലാഹ് കറക്റ്റ് സമയത്ത് തൊടിയൊരു ഉസ്താദ് എത്തി. അള്ളാഹു ആരോഗ്യത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവരും എന്നോട് ചോദിച്ച, ഈ ചാനലിൽ 2 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, ഫേസ്ബുക്കിലും 3.5 ലക്ഷത്തോളം, 2.5 ലക്ഷത്തോളം ഉണ്ട്, 2.25 ലക്ഷത്തോളം. എല്ലാവരും ഒരേ സമയത്ത് ചോദിച്ചാണ്. ഞാൻ പറഞ്ഞു, പിന്നീട് ഒരിക്കൽ കാണിച്ചു തരാം. ഇൻഷാ അല്ലാഹ് ഹാഫിള് ഫെബിൻ റോബിൻസൺ ഹിഫ്ള് പൂർത്തീകരിക്കാൻ വേണ്ടി സദസ്സിലേക്ക് ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ. അപ്പോൾ എല്ലാവരും ഹാഫിളായപ്പോൾ എന്നോട് പറഞ്ഞു, ഇനി ഫെബിൻ റോബിൻസൻ്റെ പേര് മാറ്റണോ? ഞാൻ പേര് മാറ്റേണ്ട, ഹാഫിള് ഫെബിൻ റോബിൻസൺ തന്നെ ആവണം. കേൾക്കുന്നവരെല്ലാം ചോദിക്കണം എന്തുകൊണ്ടെന്ന്. ഇതൊരു ഇൻസ്പിറേഷൻ ആവണം. അള്ളാഹു നമ്മളെയൊക്കെ ഖുർആൻ അള്ളാഹു നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചു തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.
وما أرسلنا قبلك من المرسلين إلا إنهم ليأكلون الطعام ويمشون في الأسواق وجعلنا بعضكم لبعض فتنة أتصبرون وكان ربك بصيرا. صدق الله العظيم. السلام عليكم ورحمة الله.